എറണാകുളം അതിരൂപതയിലെ ജനാഭിമുഖ കുർബാനവാദികളായ 5 മെത്രാന്മാരെ മാർപ്പാപ്പ സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാന ഏകീകരണം ലക്ഷ്യം വെച്ച് നൽകിയ 2021 ജൂലൈ 3 രേഖയെ പിന്തുണയ്ക്കുന്ന വിശ്വാസികളുടെ പ്രതിനിധികൾ പ്രതീകാത്മകമായി വിചാരണ ചെയ്ത് ശിക്ഷ വിധിക്കുന്നു. ഇതിന്റെ വല്ല കാര്യവും ഈ മെത്രാന്മാർക്കുണ്ടായിരുന്നു. മാർപ്പാപ്പയെയും ഈ സഭാ സിനഡിനെയും അനുസരണയില്ലാത്തതിന്റെ ഫലമായി സ്വയം വരുത്തി വെച്ചതാണ് ഈ ദുരവസ്ഥ. ഈ തുറന്നു പറച്ചിൽ സീറോ മലബാർ സഭയിൽ പതിവുള്ളതല്ല. തർക്കങ്ങളുണ്ടെങ്കിൽ സിനഡിൽ ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് പതിവ്. ഏകീകൃത കുർബാന അർപ്പണത്തിൽ വിയോജനക്കത്തെഴുതിയ മെത്രാന്മാർക്ക് ശിക്ഷ ഉറപ്പാക്കണം. അതിരൂപതയിലുണ്ടായിരുന്ന ഐക്യം തകർക്കാൻ പദ്ധതിയിട്ടവരെ വിശ്വാസി സമൂഹം ബഹിഷ്കരിക്കണം. പ്രസ്തുത 5 മെത്രാന്മാരുടെ നേതൃത്വത്തിലാണ് സീറോ മലബാർ സഭയിൽ വിശുദ്ധ കുർബാന ഏകീകരണത്തിന് എതിരായ പ്രവർത്തനം നടന്നത്. കുർബാന ഐക്യത്തിന് എതിരെ ഏതൊക്കെ മെത്രാന്മാരാണ് എന്ന് വിശ്വാസ സമൂഹത്തിന് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ തീരുമാനമനുസരിച്ച് പുറത്തേക്ക് വിടാൻ ഇനി താമസം ഉണ്ടാവരുത്. മാർപ്പാപ്പ ആവശ്യപ്രകാരം സീറോ മലബാർ സഭയിൽ വിശുദ്ധ കുർബാന ഏകീകരണം ഉണ്ടാകുവാൻ ഇവരെ പുറത്തേക്ക് വിടുകയേ ഒരു വഴിയുള്ളൂ. സഭാ സിനഡ് എത്രയും വേഗം ആ തീരുമാനത്തിലേക്ക് വരണം.